വെൽക്കം ടു ബുദ്ധ സൈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 4 സെന്റ് 850 ഇഞ്ച് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഈ ഒരു ഫർണിഷ്ഡ് വില്ലയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 140 മീറ്ററും, തക്ലീസ് ഹോസ്പിറ്റലിലേക്ക് 350 മീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 5.9 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും, കാക്കനാടേക്ക് 12 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.3 കിലോമീറ്ററും, കിൻഫോ ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 6.9 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. നമുക്കിനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ഒരു മനോഹരമായ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും അതുപോലെ തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഈ വീടിന് 2 എലിവേഷനാണ് വരുന്നത്, ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും. റോഡിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 മീറ്ററോളമാണ് വിട്ട് വരുന്നത്. റോഡിന്റെ വർക്കിനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഒരു കോർണർ പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡിലും സൈഡിലായിട്ടും നമുക്ക് റോഡ് ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും CNC കട്ടിംഗ് ഡിസൈനും 2-way ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗേറ്റ് ഓപ്പണിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2 ഭാഗത്തേക്കും സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകിയ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസിന് വരുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 11 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. വലിയൊരു SUV കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെയായിട്ടും ലഭിക്കുന്നുണ്ട്. ഇവിടെയും കടപ്പാക്കല്ലുകൾ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റർ ബോക്സ് വരുന്നുണ്ട്. അതിൽ നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ടെക്സ്ചർ വർക്കൊക്കെ കിടന്ന് ഭംഗിയായിട്ടാണ് ഈ ഒരു കിണറിന്റെ സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർശ്വമാണ് ലഭിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു വാട്ടർ ഫൗണ്ടനും മുകളിൽ ജാളി വർക്കും സ്ക്വാർട്ട് ഡിസൈനും ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു പാർശ്വം വന്നിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പോർഷനാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെ എല്ലാം തന്നെ വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം 4 സൈഡിലും സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ലെതർ ഫിനിഷ്ഡ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഈ സിറ്റ് ഔട്ട് ലഭിക്കുന്നത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ വാൾ കംപ്ലീറ്റ്ലി വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് വരുന്നത്. ഫുള്ള് പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 15 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് താഴെ മുകളിലുമായി വലുപ്പമുള്ള വിൻഡോകൾ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്തിലേക്ക് വന്നാലും നോർത്തിലേക്കും താഴെ മുകളിലും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും താഴെയായിട്ട് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളും ഉള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് വുഡൻ ബീഡിംഗ് നൽകി സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പോർഷൻ വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലെല്ലാം തന്നെ ലൂവർഡ് ഡിസൈനിലുള്ള പാനലിംഗ്, സൈഡിലായിട്ട് ഡക്കർ സ്പേസ്, സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സ്പേസ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പാർട്ടീഷൻ കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ ഡക്കർ സ്പേസ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുന്ന ഭാഗത്തും ഒരു പാർട്ടീഷനും മുകളിലായിട്ട് പാനലിംഗും ഒക്കെ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു മെയിൻ ഡോറിന്റെ ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവർഡ് ഡിസൈനിലുള്ള പാനലിംഗും സിലിണ്ടറിക്കൽ ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെ ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്.
ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ്ങിനായിട്ട് ലഭിക്കുന്നത്. 19 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് സൈഡിലായിട്ട് വലുപ്പമുള്ള ഒരു UPVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഭംഗിയുള്ള പാർശ്വ തന്നെയാണ് ലഭിക്കുന്നത്. അവിടെ വാട്ടർ ഫൗണ്ടൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വീഗാർഡിന്റെ വയസ്സും വീഗാർഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ്, ഒരു സൈഡിലായിട്ട് ഭംഗിയുള്ള ഒരു പാർട്ടീഷനും വരുന്നുണ്ട്. മുകളിലേക്ക് ഇനി ലൈറ്റ്സ് വരാനായിട്ട് ഉണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് നാനോ ഗ്രാനൈറ്റ് ആണ്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിലായിട്ട് ഭംഗിയുള്ള പാനലും വർക്ക് വരുന്നുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഫുഡ് ഹോബും എല്ലാം തന്നെ ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വാഷ് സ്പേസും വരുന്നുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സീലിംഗിൽ പ്രൊഫൈലായിട്ട് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ ബെഡ്റൂം വരുന്നത്. 12 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു UPVC വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്ക് ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കോട്ടും ബെഡും എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പോർഷന് ബാക്ക് സൈഡിലായിട്ടുള്ള വാളിൽ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ ഒരു വാൾറോബും അതിനോട് ചേർന്ന് വിൻഡോയോട് ചേർന്ന് ഒരു സീറ്റിംഗ് യൂണിറ്റും സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിന് എയർ കണ്ടീഷൻ സഹിതമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലും കോട്ടും ബെഡും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. ഹെഡ് പോർഷന് ബാക്ക് സൈഡിലായിട്ടുള്ള വാളിൽ ഭംഗിയായിട്ട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. എയർ കണ്ടീഷൻ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ്ങും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഒക്കെ ചെയ്ത് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഹാഫ് ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടെസ്റ്റുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡും ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്ത് സൈഡിലായിട്ടുള്ള വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ നൽകിയിട്ടുണ്ട്. പെർമനന്റ് ഗ്ലാസ് വിൻഡോയിൽ നൽകിയിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ ബീഡിംഗ്, സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കയറി അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് വരുന്നത്. അപ്പർ ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ലുവേർഡ് ഡിസൈനുള്ള പാനലിംഗും സ്പോട്ട് ലൈറ്റും താഴെ സ്റ്റോറേജും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് സ്പേസ് വരുന്നത്. ഈ അപ്പർ ലിവിംഗിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഭംഗിയുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് താഴത്തെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു പാസേജിലൂടെയാണ് നമ്മൾ മെയിൻ ബാൽക്കണിയിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലെയും പോലെ ഇവിടെയും
കോട്ടും ബെഡും എല്ലാം ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഹെഡ് പോർഷനിലുള്ള വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ നമ്മൾ ചെറിയ സെപ്പറേഷനൊക്കെ കൊടുത്ത് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു UPVC വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയ്ക്ക് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും എല്ലാ ബെഡ്റൂമിലെ പോലെ കോട്ടും ബെഡും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. ഹെഡ് പോർഷനിൽ ഉള്ള വാളിൽ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ്, സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. വിൻഡോയോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനിൻ്റെ പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂം വരുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു ടേബിൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊരു ലാപ്ടോപ്പ് ടേബിളായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ടേബിളായിട്ട് യൂസ് ചെയ്യാം. താഴെയും മുകളിലായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള സീലിംഗ് ഫാന് നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡ് കംപ്ലീറ്റ്ലി സ്ക്വയർ ടു ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് SS ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. മുകളിൽ സീലിംഗിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലും സിലിണ്ടറിക്കൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 4 സെന്റ് 850 ലിങ്സ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഈ ഒരു ഫർണിഷ്ഡ് വില്ലയ്ക്ക് ചോദിക്കുന്നത് 1,15 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വില്ലയ്ക്ക് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.